കഴിഞ്ഞ തവണ നമുക്ക് ഒറ്റ കോർപ്പറേഷനേ ഉള്ളൂ, 3 ജില്ലാ പഞ്ചായത്തേ ഉള്ളൂ. ആ എണ്ണത്തിൽ എത്ര വർധനം? ആ ഫിഗർ ഒന്ന് പറയുമോ പ്രതിപക്ഷ നേതാവ്? 4 എണ്ണം ജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ പേര് പറഞ്ഞാൽ ശരിയല്ലല്ലോ. 2 സ്ഥലത്ത് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരിക്കും. അത് ജയത്തിലേക്ക് വേണേൽ പോവാം. ജില്ലാ പഞ്ചായത്തോ? ജില്ലാ പഞ്ചായത്ത് 8-9 എണ്ണം. ഏതാണെന്ന് ചോദിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം അറിയാലോ വളരെ കുറവുണ്ടായിരുന്നു. പ്രാവശ്യം 8-9. ഇപ്പോൾ നമ്മുടെ വോട്ട് പാത എന്ന പേരിലൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയുടെ ഭാഗമായി അങ്ങേ കണ്ട് സംസാരിക്കുമ്പോൾ 4 കോർപ്പറേഷൻ പിടിക്കുന്ന കാര്യം ജില്ലാ പഞ്ചായത്തുകളുടെ കണക്കൊക്കെ പറഞ്ഞു. അതേതാണ്ട് അതുപോലെ ശരിയായിരിക്കുകയാണ്. ഇപ്പൊ ഈ കണക്ക് കൂട്ടലിന്റെ ഒരു പെർഫെക്ഷൻ എന്ന സംഗതി ഒന്ന് വിശദീകരിക്കാമോ? അതെങ്ങനെയാണെന്ന്. ഇപ്പൊ അതിനെയൊക്കെ മുൻനിർത്തിയ ആളുകൾ VD സതീശന്റെ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് എന്ന് പറയുന്ന സംഗതി കണ്ടു, യഥാർത്ഥ ക്യാപ്റ്റൻസി കണ്ടു എന്നൊക്കെ ഇപ്പോ വലിയ തോതിൽ ആളുകൾ ഫേസ്ബുക്കിലും മറ്റൊക്കെ എഴുതുന്നുണ്ട്. അതിനോടൊക്കെ എന്താ പറയാൻ തോന്നുന്നത്? അല്ല, അതിനോടൊന്നും ഞാനൊന്നും പറയാറില്ല, സാധാരണ അറിയാലോ. പക്ഷെ നിങ്ങൾ എന്നോട് കണക്ക് ചോദിച്ചിരുന്നു യാത്രയിൽ. ഞാൻ എൻ്റെ പാർട്ടിയിലെ നേതാക്കളും സഹപ്രവർത്തകരും സാധാരണ UDFലെ സഹപ്രവർത്തകരും ചോദിക്കും. സാധാരണ ഞാൻ പറയാറുള്ള കണക്ക് ശരിയാകാറുണ്ട് എന്ന് പറയും. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പറഞ്ഞ കണക്കുകൾ ശരിയാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞ കണക്ക് 3 എണ്ണം ഉറപ്പായി കോർപ്പറേഷൻ ജയിക്കും. 4ാമത്തത് കൂടി ജയിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? ഉണ്ടെന്ന് പറയും. 4 എണ്ണം ഇപ്പം ജയിച്ചല്ലോ. അതുപോലെ 60% മുനിസിപ്പാലിറ്റികൾ ജയിക്കുന്നു. 60% മുനിസിപ്പാലിറ്റികൾ ജയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഞാൻ പറഞ്ഞത് 55% മുകളിലാണ് പറഞ്ഞത്. 55% അടുക്കുകയാണ് ഇപ്പോൾ ഫൈനൽ പോയിന്റിൽ. 500 കഴിഞ്ഞാൽ 55. അത് നമ്മൾ എല്ലാ ജില്ലകളിലും നമ്മൾ പോകും, സഞ്ചരിക്കും, നമ്മൾ ഫീഡ്ബാക്ക് എടുക്കും. നമ്മുടെ പ്രവർത്തകരിൽ നിന്നെടുക്കും, സ്ഥാനാർത്ഥികളിൽ നിന്നെടുക്കും, നേതാക്കളിൽ നിന്നെടുക്കും, മാധ്യമപ്രവർത്തകരിൽ നിന്നെടുക്കും, പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നെടുക്കും. ഇത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അസസ്മെൻ്റാണ്. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു മീറ്റിങ്ങിൽ അവതരിപ്പിക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ അതിനുണ്ടാകുന്ന റെസ്പോൺസ്, അതിനൊരു തണുത്ത റെസ്പോൺസ് ആണെങ്കിൽ ചിലപ്പോൾ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത കാര്യമാണെന്ന് മനസ്സിലാവും. അതൊക്കെ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ അസസ്മെൻ്റാണ്. ആ അസസ്മെൻറ്റിലാണ് കുറെ ദൈവാനുഗ്രഹം കൂടി കൊള്ളാണ് അത് ഏകദേശമൊക്കെ കൃത്യമായിട്ട് വന്നത്. എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ ആ വോട്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കണക്ക്, ആ കണക്കിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇന്ന് വരുന്നത്. കറക്റ്റാണ്.